ഡൽഹി പിടിക്കാൻ എന്തു വേണം? ഇക്കഴിഞ്ഞ 6 മാസമായി BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ചിന്ത ഈ വഴിക്ക് മാത്രമാണ് സഞ്ചരിക്കുന്നത്. 3 ലക്ഷ്യങ്ങൾ മാത്രമാണ് BJP ഇതിനായി തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഒന്ന്, മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശക്തമായ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും വികസനവും മോഡിയുടെ നേതൃത്വ ഗുണവും. രണ്ടാമത്തേത്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് ആം ആദ്മി നേതാക്കൾക്കെതിരെ നടത്താൻ സാധിക്കുന്ന എല്ലാ അന്വേഷണങ്ങളും അപമാനങ്ങളും ആരോപണങ്ങളും നടത്തുക. 3, വോട്ടർമാരെ ജാതി, മതം, വിശ്വാസം എന്നിവയുടെ പേരിൽ പരസ്പരം അകറ്റി വെറുപ്പ് പടർത്തി ഭിന്നിപ്പിക്കുക. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒന്നാമത്തേതും രണ്ടാമത്തേതുമായ ശ്രമങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. മൂന്നാമത്തേത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഡൽഹിയിൽ പലവട്ടം പ്രയോഗിച്ചുവെങ്കിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ രൂപത്തിലാണ് കാണുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ന്യൂഡൽഹി സീറ്റിൽ BJP മത്സരിപ്പിക്കുന്നത് മുൻ MP കൂടിയായ പർവേഷ് വർമ്മയെയാണ്. ഡൽഹിയിൽ നടന്ന CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ കാലം മുതൽ തുടർച്ചയായ വർഗീയ പ്രസ്താവനകളിലൂടെ BJPയുടെ പ്രത്യക്ഷ മുസ്ലിം വിരുദ്ധ മുഖങ്ങളിൽ ഒരാളാണ് പർവേഷ് വർമ്മ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അദീഷയ്ക്കെതിരെ കൽക്കാജി സീറ്റിൽ മുൻ MP രമേഷ് ബിദൂരിയെയും BJP പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ മുതിർന്ന നേതാവ് ഡാനിഷ് അലിയെ കൂട്ടിക്കൊടുപ്പുകാരൻ, മുക്കാൽ തീവ്രവാദി, മൊല്ലാക്ക എന്നിങ്ങനെയൊക്കെ ആക്ഷേപവാക്കുകൾ കൊണ്ട് വിശേഷിപ്പിച്ച ഈ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി അദീഷിയെ വ്യക്തിപരമായി അപമാനിച്ച് താൻ BJPയിലെ ലക്ഷണം തികഞ്ഞ വർഗീയ വിദ്വേഷവാദിയാണെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് പ്രചാരണത്തിന്റെ കടിഞ്ഞാൺ സ്വയം ഏറ്റെടുക്കാനുള്ള മോദിയുടെ നീക്കം എന്ന് നാം കാണണം. ലക്ഷ്യം ഒന്നു മാത്രം: ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി BJPയെയും മോദിയെയും തെരഞ്ഞെടുക്കുന്ന അതേ വോട്ടർമാർ സംസ്ഥാന നിയമസഭയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിന് അന്ത്യം കുറിക്കുക. അതേസമയം കോൺഗ്രസിനെ ആക്രമിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല വലിയ അഴിമതിക്കറയില്ലാത്ത ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ ആക്രമിക്കുക എന്നത് BJPക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. BJPയുടെ അതിനുള്ള ഓരോ ശ്രമത്തെയും കെജ്രിവാൾ മുൻകൂട്ടി കണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയിലിൽ നിന്നിറങ്ങി വന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അതിഷയെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച കെജ്രിവാളിന്റെ നീക്കം BJP ഒട്ടും പ്രതീക്ഷിച്ചതല്ല. വിദ്യാഭ്യാസമുള്ളവരുടെ സർക്കാർ എന്ന ആം ആദ്മി പ്രചാരണത്തിനെതിരെ കലി തുള്ളുകയല്ലാതെ മറ്റൊരു വഴിയും BJPക്ക് മുന്നിൽ ഇപ്പോഴില്ല എന്നുള്ളതും പ്രസ്താവ്യമാണ്. AAP നീക്കങ്ങളുടെ മുന ഒടിക്കുക എന്ന ലക്ഷ്യം തകർക്കുവാനാണ് നേരത്തെ സൂചിപ്പിച്ച 3 വഴികളുമായി BJP പ്രചാരണം നയിക്കുന്നത്. നേരത്തെ 2020 തെരഞ്ഞെടുപ്പിൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തെ ഡൽഹിയിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണമാക്കി മാറ്റുവാൻ BJP ശ്രമിച്ചുവെങ്കിലും ആം ആദ്മി പാർട്ടി അതിൽ നിന്ന് മാറി നടക്കുകയായിരുന്നു. മുസ്ലിം സമൂഹത്തെ രാജ്യദ്രോഹികളെന്നും ദേശവിരുദ്ധർ എന്നെല്ലാം മുദ്രകുത്തി വോട്ടർമാർക്കിടയിൽ മതപരമായ വിടവ് സൃഷ്ടിക്കാനായിരുന്നു ശ്രമം. എന്നാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതെ ആം ആദ്മി പാർട്ടി ശ്രദ്ധിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തുവെങ്കിലും ഡൽഹി കണ്ട ഏറ്റവും വലിയ വർഗീയ സംഘട്ടനമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പരസ്പരം അകറ്റുന്നതിന് അപ്പുറത്ത് പുതിയ തന്ത്രങ്ങൾ BJPക്ക് ആവിഷ്കരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഡൽഹി നഗരത്തിലെ ദരിദ്ര ജനകോടികളിൽ ഒരു വലിയ ശതമാനം ബീഹാറിൽ നിന്നും കിഴക്കൻ UPയിൽ നിന്നുള്ളവരുമാണ്. പൂർവാഞ്ചലികൾ എന്നറിയപ്പെടുന്ന ഇക്കൂട്ടർ ആം ആദ്മി പാർട്ടിയുടെ പിന്തുണക്കാരായതിനാൽ പഞ്ചാബികൾ, ജാട്ടുകൾ, ഗുജ്ജറുകൾ എന്നിവരെ കേന്ദ്രീകരിക്കാനാണ് BJPയുടെ ശ്രമം. ഡൽഹി വോട്ടർമാരിൽ 40% പൂർവാഞ്ചലികളാണെങ്കിൽ പഞ്ചാബികൾ 20%, ജാട്ട്, ഗുജ്ജർ വിഭാഗങ്ങൾ ചേർന്നാൽ 12%. ഡൽഹിയിലെ സിഖ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രമായ ഗുരുദ്വാര രഗഗഞ്ചിലേക്കുള്ള അടുത്ത ദിവസങ്ങളിലെ അമിത്ഷായുടെ സന്ദർശനം ഈ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്നതാണ് സത്യം.